ഹലോ, വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. അപ്പോൾ ഇന്നൊരു സ്ലീവിൻ്റെ ഡിസൈനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബ്ലൗസിനും അതുപോലെ ബ്രൈഡൽ ബ്ലൗസിനൊക്കെ ഉപകാരമാകുന്ന ഒരു സ്ലീവാണ്. ആദ്യം പേപ്പർ കട്ടിങ് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. അതുകൊണ്ട് തന്നെ തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഇവിടെ 7 ഇഞ്ച് വെക്കുന്നുണ്ട്. ഇനി ബോർഡറിൻ്റെ ഭാഗവും കൂടി കൂട്ടിയിട്ടാകുമ്പോഴാണ് ടോട്ടൽ ലെങ്ത്താണ് പറഞ്ഞത് 9 ഇഞ്ച്. അപ്പോൾ പേപ്പറിലേക്കുള്ള ആ ഒരു ഭാഗം മാർക്ക് ചെയ്തു. ഇനി ആവശ്യമുള്ള ഭാഗം പേപ്പറിലെടുത്ത് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി തുണിയിൽ എങ്ങനെ വെച്ച് മുറിക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ബോർഡർ സെപ്പറേറ്റ് ചെയ്യാം. ശേഷം ആ ഒരു ബ്ലൗസിൻ്റെ പീസ് 2 മടക്കായി വെച്ചതിന് ശേഷം ആ ഒരു പേപ്പർ കട്ടിങ് ഇതിൻ്റെ മുകളിൽ വെക്കുക. തയ്യൽ തുമ്പും അതുപോലെ തന്നെ ചുരുക്ക് വെക്കേണ്ടതും കൂടി കൂട്ടിയിട്ടാകുമ്പോൾ എക്സ്ട്രാ പീസ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ആ സെൻറ്റർ ഭാഗത്ത് വി കട്ടോ അല്ലെങ്കിൽ മാർക്കോ ചെയ്യാം. അതിനുശേഷം അവിടുന്ന് ഓരോ 2 ഇഞ്ച് വെച്ച് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ അത് ചുരുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ 2 ഭാഗവും മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു നമ്മുടെ സ്ലീവിൻ്റെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അത് അവിടെ മാർക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആ ഒരു ഭാഗം ഒഴിച്ചിട്ട് വേണം ചുരുക്കി വെക്കേണ്ട ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് ഓരോ 2 ഇഞ്ച് വെച്ചതും മടക്കി അതിൻ്റെ മേലെയായിട്ട് വെച്ച് കൊടുക്കുക. ഒരു ഭാഗത്ത് അതേപോലെ ചെയ്തത് മറ്റൊരു വശത്തും ചെയ്തെടുക്കുക.
ഇനി മേലത്തെ ഭാഗത്ത് ആ ഒരു പേപ്പർ കട്ടിങ്ങിൻ്റെ മുകളിൽ കറക്റ്റായി വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് എക്സ്ട്രാ പീസ് വരും, അത് തുന്നിക്കഴിഞ്ഞ് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ചുരുക്ക് വെക്കുമ്പോൾ വലിഞ്ഞു പോവാതെ കറക്റ്റായി ടൈറ്റിൽ വേണം പിടിച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ പിന്നോ അല്ലെങ്കിൽ മുട്ടസൂചിയോ കുത്തിയിട്ട് അങ്ങനെയും ചെയ്യാം. ഇനി ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ തന്നെ ആ ഒരു പേപ്പർ കട്ടിങ്ങും അതിൽ നിന്ന് മാറ്റാം. ശേഷം ആ ഒരു ബോർഡർ ഭാഗത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ് വെക്കുന്നവർക്ക് ഇത് ചെയ്തെടുത്തതിന് ശേഷം ലൈനിങ് വെക്കാം. സാധാ സ്ലീവിന് വെക്കുന്ന പോലെ തന്നെ ഇത് ബോർഡറൊക്കെ ചെയ്തതിന് ശേഷം ലൈനിങ് വെച്ച് അടിക്കാവുന്നതാണ്. ഇനി ആ ഒരു ബോർഡറിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ സെൻറ്റർ ഭാഗത്തൊരു ബട്ടണോ അല്ലെങ്കിൽ ഷോ ബട്ടണോ വെച്ച് അത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.